അപ്പോൾ നമ്മുടെ ഡേ 2 ആണ്. അപ്പോൾ ഡേ 2 നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് ഇടുവാണ് കേട്ടോ തലയിൽ. പിന്നെ ഈ യെല്ലോ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പക്ഷെ ഞാൻ എല്ലാം കൂടെ ചേർത്തെന്ന് വെച്ചാൽ യെല്ലോ യൂസ് ചെയ്താലും നല്ല റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ കൂടുതലെടുത്തത്. യെല്ലോ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെറിയ സ്മെല്ലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ സ്മെല്ല് നോക്കാതെ നിങ്ങളത് വാഷ് ചെയ്ത് കളയാണെങ്കിൽ കുഴപ്പമില്ല. നല്ല അടിപൊളി റിസൾട്ടാണ് എല്ലാം കൂടെ ചേർത്ത് ചെയ്താൽ. പിന്നെന്തോ ഇതുപോലെ മുട്ട തലയിൽ മാത്രം തൂത്താപ്പോൾ ഉള്ളിലും കൂടെ കഴിക്കണം കേട്ടോ. ചിലർ പറയും പുറമെ മാത്രമല്ല നമ്മൾ ഉള്ളിലും കൂടെ കൊടുത്താലേ അത് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മുട്ടയാണെങ്കിലും അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും പറ്റുന്ന സാധനങ്ങളൊക്കെ മീനൊക്കെ കഴിക്കണം. ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടത്തില്ല എന്നല്ല പറഞ്ഞാൽ, പുറമേ ഉള്ള പ്രൊട്ടക്ഷനും അതിൻ്റെ കെയറും ഓയിൽ കൊടുക്കും. ഉള്ളിൽ നിന്നുള്ള നമുക്ക് കുറച്ച് ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതും നമ്മൾ കഴിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ സെറ്റായിട്ട് ഒരേപോലെ ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാകും. അപ്പം ഇത് ചെയ്യുക. ഇപ്പം നമ്മുടെ ഡേ 2 ആണ് കേട്ടോ. ഇനി നാളെ കാണാം ഡേ 3 ആയിട്ട്.